Watch India's largest kids library only on Jio Hotstar. Download the app now. പത്തിലു കണ്ടില്ലേ, ഈ അമ്പയത്തിൽ ഞാനായിരിക്കും ഫസ്റ്റ് വരിക, നോക്കിയോ. എന്റെ മോട്ടു അമ്പയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അകത്തല്ല, പുറത്തേക്ക് പോ, പുറത്ത് പോയി ചെയ്യേ. ആദ്യം ഞാൻ അകത്ത് പ്രാക്ടീസ് ചെയ്യട്ടെ, എന്നിട്ട് പുറത്തു പോയി ചെയ്യാം. എന്റെ മോട്ടു എന്തായി ചെയ്യുന്നത്? എന്റെ മോട്ടു നീ അമ്പയത്തല്ല പ്രാക്ടീസ് ചെയ്യുന്നത്, വീട് എങ്ങനെ നശിപ്പിക്കും എന്നതാ പ്രാക്ടീസ് ചെയ്യുന്നത്. പോയി പുറത്ത് പ്രാക്ടീസ് ചെയ്യ, അല്ലെങ്കിൽ നിന്റെ തടി കേടാവും. സോറി പത്തിലു, വെരി സോറി. ഞാൻ പുറത്തു പോയിട്ട് നീ കണ്ടോ പത്തിലു, എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നെന്ന്. ഈ ഫുർഫുറി നഗരത്തിലെ അമ്പയത്ത് മത്സരത്തിൽ ഈ ഞാൻ തന്നെയായിരിക്കും ഫസ്റ്റ് വരിക. മോട്ടു ഇതാരുടെ അമ്പ? എന്റെ മേത്ത് കൊണ്ടതാണെങ്കിലോ? സോറി ബോക്സർ ചേട്ടാ, വെരി സോറി. ഒന്നും സംഭവിച്ചില്ലല്ലോ ബോക്സർ ചേട്ടന്, ഭാഗ്യം, രക്ഷപ്പെട്ടു. നിന്റെ അമ്പായിരുന്നോ? ഞാൻ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കണമായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നത്? എന്താ നീ ചെയ്തത്? എന്റെ മീശ, എന്റെ പകുതി മീശ നീ കളഞ്ഞു അല്ലേ? പത്തിലു വരുമ്പോ എന്റെ വില്ലും മേടിച്ചോണ്ട് വരാൻ മറക്കരുത്. എന്താ പറഞ്ഞ? അവന്റെ അടുത്ത് തന്നെ പോയി ചോദിച്ചേ. പത്തിലു, ഈ സ്ഥലം വളരെ നന്നായിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാലോ. അല്ല ചിങ്ങം സാറേ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിച്ച് ഓടിക്കണ്ടേ സാറേ? എന്റെ അമ്മോ, എന്റെ ബൈക്ക് നോക്കി ഒരു അമ്പ് വിട്ടു, അതുകൊണ്ട് എന്റെ മോട്ടോർ സൈക്കിളിന്റെ ടയറ് പൊട്ടിത്തെറിച്ചു പോയി. അല്ല എന്റെ പൊന്നു ചിങ്കം സാറേ, ഇത് അന്യായം തന്നെയാണ്, വലിയ തെറ്റ് തന്നെയാണ്. എനിക്കറിയില്ല ചില ആൾക്കാർ ഈ റോഡിന്റെ സൈഡിൽ നിന്ന് എന്തുകൊണ്ടാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന്. അതെ അതെ, ശരിയാണ് ചിങ്ങം സാറേ, എനിക്കിതിൽ യാതൊരു യോജിപ്പുമില്ല. എന്തിനാണ് ഇങ്ങനെ റോഡിലൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇതൊക്കെ വളരെ തെറ്റല്ലേ? അപ്പൊ നിങ്ങളായിരുന്നു ഇവിടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത് അല്ലേ? സോറി ചിങ്ങം സാറേ. സോറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. മോട്ടപ്പത്തിലോ, നിങ്ങൾ എവിടുന്നായി വരുന്നത്? ഞങ്ങൾ ആകാശത്തോടെ പറന്ന് വരുമായിരുന്നു കസീട്ടാറാമേ. ചേടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാലല്ലേ അറിയൂ. അതൊക്കെ എന്ത് പറയാനാ വലിയേട്ടാ. ചേടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ കൂടെ പിറക്കാതെ സഹോദര, എന്റെ രോഗികളുടെ മേലെ സത്യമായിട്ട് ഞാൻ പറയാ, സൗഹൃദത്തിനെക്കാട്ടിലും വലുത് ഈ ലോകത്തിൽ ഒന്നുമില്ല. എന്റെ ലാബിന്റെ അടുത്തുള്ള സ്ഥലത്തിൽ നീ പ്രാക്ടീസ് ചെയ്തോ. എന്റെ സുഹൃത്ത് തന്നെ ഈ കോമ്പറ്റീഷനിൽ ജയിക്കണം. അതെ, ഓക്കെ വലിയേട്ടാ, ഓക്കെ. എന്റെ മോട്ടു നീ എന്തായി ചെയ്തത്? ഓടിക്കോ, എല്ലാരും ഓടിക്കോ. മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ,
ആ കെമിക്കൽ ബോട്ടിൽ ബ്ലാസ്റ്റ് ആകാൻ പോവുകയാണ്. അയ്യോ, സോറി വലിയേട്ടാ. അല്ല വലിയേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇപ്പോഴല്ലേ കൂട്ടുകാരെ കുറിച്ചൊക്കെ വലിയ വായിൽ പറഞ്ഞത്. മോട്ടു എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ കൂടെ പിറക്കാതെ സഹോദര, ആദ്യം ഞാൻ നിനക്കൊരു പാഠം പഠിപ്പിക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയെല്ലാം. നിന്നെ ഞാൻ വെറുതെ വിടില്ല മോട്ടു, പത്തിലു, നിന്നെ ഞാൻ വിടില്ല. ബോസ്, ഇതെന്തായി കാണിക്കുന്നേ? ചേടാ മണ്ടന്മാരെ, നിങ്ങൾക്കൊന്നും തലയിൽ തലച്ചോറില്ലേടാ. ഇപ്പൊ എന്താ ചോദിച്ചത്? ഇതിനെ കുറിച്ച് ഞാൻ തന്നെ പറയാം. ഇത് നോക്ക്, എന്റെ കയ്യിലുള്ളതാണ് മാഗ്നറ്റ്. ഇതിനെ ഞാൻ ടാർഗറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്റെ കയ്യിലുള്ള അമ്പ് ഇരുമ്പ് കൊണ്ട് ചെയ്തതാണ്. ഞാൻ അമ്പിനെ വിട്ടതും ഇത് നേരെ വന്ന് ടാർഗറ്റിൽ വന്ന് കൊള്ളും. അതെ ബോസ്, അതെ. എന്റെ അച്ഛൻ എന്നും പറയുമായിരുന്നു, കള്ളന്മാർക്ക് എപ്പോഴും ഇച്ചിരി ബുദ്ധി കൂടുതലാന്ന്. ബോസ് എപ്പോഴും എന്തെങ്കിലും പുതിയ ഐഡിയയും കൊണ്ട് വരും. കൊള്ളാം, നല്ല കാര്യമാ. ചേടാ മണ്ടന്മാരെ, ഉള്ള ബുദ്ധി നമ്മൾ യൂസ് ചെയ്യാൻ നോക്കണം. ഞാൻ എന്റെ ടാർഗറ്റിനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇവിടെയുള്ള ടാർഗറ്റ് ഓൾറെഡി പൊട്ടിപ്പോയല്ലോ. ആ ജോൺ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ നിന്റെ പുതിയ ടാർഗറ്റ് അവിടെ വെച്ചോളൂ. മറ്റുള്ളവരുടെയൊക്കെ അമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ ജോണിന്റെ മാത്രം ശരിക്കും ടാർഗറ്റിൽ കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഫുർഫുറി നഗരത്തിന്റെ ഈ അമ്പെയ്ത്ത് മത്സരത്തിൽ ഒന്ന് നിൽക്കും മേയർ സാറേ, ഞാനൊരുത്തൻ ബാക്കിയുണ്ട്. സാരമില്ല പൊട്ടു. പക്ഷേ ജോണിന്റെ അമ്പ് ശരിക്കും ടാർഗറ്റിൽ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്, മറ്റാരുടെയും അതുപോലെയല്ല. അതുകൊണ്ട് മോട്ടുവിന് അതുപോലെ ചെയ്യാൻ കഴിയുമെങ്കിൽ, ടാർഗറ്റിൽ കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ജോൺ ആയിരിക്കും ഇന്നത്തെ വിജയി. മനസ്സിലാകുന്നുണ്ടോ മോട്ടു? എനിക്ക് സമ്മതമാണ്. ഇന്ന പിടിച്ച മോട്ടു, സമോസ കഴിക്കേ, എന്നിട്ട് പണി തുടങ്ങ. ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. വെറുതെ കടന്ന് തുള്ളിച്ചാടണ്ട. മോട്ടുവിന്റെ അമ്പ താഴെ വീണിട്ടില്ല. തിരിച്ചു വന്ന് അതിൽ തട്ടാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ആ, അമ്പ് താഴെ വീഴാത്തിടത്തോളം കാലം ഒരിക്കലും വിജയെ കണ്ടെത്താനാവില്ല. ആർക്കറിയാം, അമ്പ് തിരിച്ചു വന്നാലോ? പൊളിച്ചേ! എന്റെ അമ്പ് ആ പുലിയെ രക്ഷിച്ചു കണ്ടോ? രക്ഷിച്ചു കണ്ടോ? ഓക്കെ ഓക്കെ, പിന്നെ കാണാം. എന്റെ പകുതി മീശയും എടുത്തോണ്ട് പോയോ? ഓ, താങ്ക് യു അമ്പേ, താങ്ക് യു. മീശയില്ലാതെ എന്നെ കാണാൻ വളരെ സ്മാർട്ട് ആയിട്ടുണ്ട്. ആഹാ, The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഈ സ്വർണം ആരും തൊട്ടുപോരുത്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പിടിച്ച് അകത്താക്കും. ഇത് സർക്കാരിന് സ്വന്തമായതാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതുപോലൊരു മഹാത്ഭുതം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല.
അതുകൊണ്ട് ഇന്നത്തെ വിന്നറാണ് മോട്ടു. നമ്മൾക്ക് കിട്ടേണ്ട കപ്പ് ഇപ്പൊ അവന് പോവുകയാണല്ലോടാ. നമ്മള് കൊള്ളയടിച്ച പൈസയും പോയി. ഇപ്പതാ മത്സരത്തിലും തോറ്റു. ആ ചിങ്കം സാർ നമ്മളെ പിടിച്ച് ജയിലിൽ പിടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.